ആരാധകരെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഞാൻ കേട്ടു. ഇത് എവിടെയാ നടക്കുന്നത്? കേരളത്തില്? അറിയത്തില്ല. ചെന്നൈയിൽ. അല്ല, വിജയ് കണ്ടുപിടിക്കാൻ മനീഷ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്താണ്? വിജയ് നിലത്ത് വീണെന്ന്. ഞാൻ ചോദിച്ചത്, ഇത് സിനിമ പുള്ളി നിർത്തിയല്ലോ, ഇപ്പം പോകുന്ന പാർട്ടി പ്രവർത്തനത്തിന് പോകുന്ന വഴിക്കല്ലേ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ചിലപ്പോ ഓഡിയോ ലോഞ്ചിന് മറ്റേ കഴിഞ്ഞ ദിവസം നടന്നില്ലായിരുന്നു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാണ് തോന്നുന്നത്. സ്റ്റേഡിയത്തിലാണ്. ഞാൻ വീഡിയോ കണ്ടാൽ എനിക്ക് അറിയില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് മനീഷ്? ശ്രീജിത്ത്, ഇന്നലെ മലേഷ്യയിൽ ജനനായകന്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് വിജയ് ചെന്നൈ എയർപോർട്ടിൽ എത്തിയത്. ആരാധകരുണ്ടായിരുന്നു, നിറയെ ആരാധകർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സുരക്ഷാ സേന ആദ്യം മുതൽ തന്നെ, അതായത് വിജയ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ കോറിഡോർ എല്ലാം ഫ്രീ ആക്കി ഇടുകയും ചെയ്തിരുന്നു, ആരാധകരെയൊക്കെ മാറ്റിക്കൊണ്ട്. പക്ഷേ വിജയ് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സമയത്ത് ആരാധകരെല്ലാവരും വട്ടം കൂടുകയായിരുന്നു. അങ്ങനെ ആ ഒരു തിരക്കിലുമാണ് വിജയ് അവിടെ നിന്ന് കാറിനടുത്തെത്തുമ്പോഴാണ്, അതായത് സ്റ്റെപ്പിലാണ് വിജയ് വീണത്. ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചെഴുന്നേപ്പിച്ചും വളരെ വേഗത്തിൽ തന്നെ കാറിൽ കയറ്റി അവിടെ നിന്ന് വിടുകയുമായിരുന്നു. സുരക്ഷാ സേന ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ അർത്ഥത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ആളുകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നു, കാണികളെയൊക്കെ അല്ലെങ്കിൽ ആരാധകരെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ വിജയ് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി വളരെ വേഗത്തിലായിരുന്നു ആരാധകർ. ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. മതി, എന്തായിരിക്കും ഇപ്പൊ മനസ്സിലായല്ലോ. എന്താണ് പറഞ്ഞോളൂ. താരാരാധന. നീ ഒരു പണ്ടത് വിജയ് ഫാൻ ആയിരുന്നു. ഞാൻ നിനക്കൊരു ഇത് മേടിച്ചു തന്നിട്ടുണ്ട്. എന്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ നിനക്കൊരു സാധനം മേടിച്ചു തന്നായിരുന്നു, ഓർമ്മയില്ലേ? ഒരു വിജയുടെ ഒരു ഫോട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടോടെ ധനുഷിനായിരുന്നു ഇഷ്ടം. എടാ, നീ 5ാം ക്ലാസ് വിജയ് ഫാൻ ആയിരുന്നു. വിജയ് ഫാൻ ഇത് പ്രോപ്പർ വിവരമില്ലാതെ സംശയമൊന്നുമില്ല. ഒരാള് ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞ അയാളുടെ നെഞ്ചത്തോട്ട് കയറുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതുപോലെ ഈ ഭാഗ്യതാണ്. ഞാൻ പറയാം, ഇവിടെ ഒരു ലണ്ടനിൽ ഒരു തിയേറ്ററില് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന കാര്യമാണ് പറയുന്നത്. എനിക്കൊന്ന് തമിഴാണോ തെലുങ്കാണോ എന്ന് അറിയത്തില്ല. നായകൻ വരുന്നു, മറ്റേ ആ സാധനമില്ലേ, ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കയ്യടി ബഹളം, പിന്നെ മറ്റേ ആ പേപ്പർ എടുത്ത് എറിയുന്ന പരിപാടിയില്ലേ നായകന്റെ ഇൻട്രോ വരുമ്പോ, വന്നു തിയേറ്ററിന്റെ മറ്റേ ആൾക്കാര് ജീവനക്കാരൊക്കെ വരുന്നു, തിയേറ്ററിന്റെ സിനിമ അങ്ങ് നിർത്തി വെക്കുന്നു. മനസ്സിലായി? അതാണ് അത് നാട്ടിൽ കാണിക്കുന്ന എല്ലാ പരിപാടിയും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മളിത് എപ്പോഴും പറയാറുള്ള കാര്യമല്ലേ. ശരിയാ. ഇത് പക്ഷെ നീ നാട്ടിൽ ഓടി വന്ന ആൾക്കാരുടെ ബോധം നീ നാട്ടിൽ ചെയ്യുക. ഒരാളുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് അയാളുടെ അത്ര പേര് ഓടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അയാൾ ചത്തുപോയില്ലെന്നുള്ള ബോധം പോലും ഇല്ലാത്തതായിരിക്കും ഓടിച്ചില്ലെന്ന് അയാളുടെ. ചിലപ്പോ ഒറ്റ വീഴ്ച പുള്ളിക്ക് തന്നെ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതിനകത്തൊരു പോയിന്റ്, ആൾക്കാർ തന്നെയാണ് പുള്ളിക്ക് വോട്ടും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് തിരിച്ചു പറയാത്. അല്ല, അതിപ്പം അല്ലെങ്കിൽ പുള്ളിക്കില്ലാത്ത എന്നാ പറയുന്നത്, പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര വോട്ടൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. അത്രയും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആളല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വേറെ അതായത് ഈ സിനിമാ നടന്മാരുടെ ആരാധകരിൽ തന്നെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ആരാധകരിൽ പോലും ക്വാളിറ്റിയുടെ വ്യത്യാസമുണ്ട്. ഇപ്പൊ വിജയുടെയും ഇപ്പൊ മോഹൻലാലിന്റെ ആരാധകനും മമ്മൂട്ടിയുടെ ആരാധകനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായി? അതുപോലെ തന്നെ ഈ മാസ് സിനിമകൾ മറ്റേ കാണിക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ ഈ തെലുങ്കിലൊക്കെ, ഇവരുടെ ആരാധകരും നമ്മുടെ നാട്ടിലെ പൃഥ്വിരാജിന്റെ ആരാധകരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആരാധകരിൽ തന്നെ വ്യത്യാസമുണ്ട്. ശരിയാണോ തെറ്റാണോ? ഇവർ ശരിയാ. അപ്പൊ എനിക്കതാ തോന്നുന്നു. ഇതൊരു എന്നാ പറയണ്ടേ, ഇത് പക്ഷെ എനിക്ക് മനസ്സിലാത്ത എന്താ പറയൂ, ഈ ഒരാളെ ഇപ്പം ഒരു സ്ഥലത്ത് ഒരാൾ വരും എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ ഒന്നിച്ചു കൂടി അയാളുടെ അടുത്തോട്ട് ചെല്ലുന്ന. അപ്പൊ നമ്മളിവിടെ അടുത്തായാലും മമ്മൂട്ടി മോഹൻലാലോ അല്ലെങ്കിൽ വിജയ് ആരെങ്കിലും വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പറഞ്ഞു ഓടി ചെന്ന് അങ്ങോട്ടേ എന്നാ പറയണ്ടേ, വിറ്റ് കയറി അങ്ങോട്ട് ചെല്ലുന്ന ഒരു പരിപാടി ഇല്ല. അതെന്ത് മൈൻഡ് സെറ്റാന്ന് എനിക്ക് അറിയത്തില്ല.
അതെന്നാ ഉള്ളൂ. അത് നമ്മൾ ഈ തിയേറ്ററിൽ കാണുന്നതാണ് അവരുടെ ക്യാരക്ടർ എന്ന് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോ എന്നാ പറയണ്ടേ, വേറെ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും ഒരാളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, അത് ചോദിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇരിക്കത്തില്ല. ഇപ്പൊ ഒരു സിനിമ ഈ ഡയറക്ടറിനോട് അല്ലെങ്കിൽ ഈ റൈറ്ററിനോട് ഇത് ചോദിക്കണം എന്ന് ഓർത്ത് അങ്ങനെ ചോദിക്കുന്ന ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ മറ്റേ ഈ കുറച്ച് ആൾക്കാരെ ഓഡിയൻസിനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂവിന് അങ്ങനെ ചെന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ കാണുമ്പോൾ ഭയങ്കര ശോകമായിരിക്കും. ഇപ്പൊ നമ്മളൊരാളിങ്ങനെ നടന്നു പോവുക, അതിന്റെ ഇടയ്ക്ക് നമ്മൾ കയറി ചെന്നിട്ട് സാർ മറ്റേ പടത്തിൽ സാധനം പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറയത്തില്ലേ? അത് ഓരോ സമയവും മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ അത് ചോദ്യം പറച്ചിലൊന്നുമല്ല, ഇത് നേരെ ഇടിക്കിടുകയല്ലേ. രണ്ട് മുട്ടിന്റെ ഇടയ്ക്ക് ഫോൺ വെച്ചിരിക്കുക പറയണ്ടത്. എനിക്കെന്നെ അറിയാനുള്ളത്. അല്ലെ, എനിക്കിങ്ങനെ അന്തം കമ്മി സംഗി സുഡാപ്പി എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ താരാരാധന. മനസ്സിലായി? പിന്നെ ഈ ആൾക്കാർ ഈ ഇതിന്റെ മണ്ടേ കയറി നിന്നിട്ട് ഈ പാലൊഴിക്കുമല്ലോ, ഈ പാലൊഴിച്ചിട്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത്, അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന സുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായി? സിനിമ തിയേറ്ററിലൊക്കെ കൈയടിക്കുക. കഴിഞ്ഞ ദിവസം തിയേറ്ററിന്റെ അകത്ത് പടക്കം പൊട്ടിച്ച്, എന്നിട്ട് തിയേറ്റർ കത്തിപ്പോയി. അത് ഞങ്ങൾ സ്ക്രീൻ കത്തിക്കുന്നു അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാന്നല്ലേ. പിന്നെ എങ്ങനെ ഇന്ത്യ രക്ഷപ്പെടുമല്ലേ? അതായത് ഇതിപ്പോ പ്രോപ്പർ നമ്മളിപ്പോ ഒരു സീൻ കാണുമ്പോൾ കൈയടിക്കുന്നതും കൂ കളിക്കുന്നതും ഒക്കെ പിന്നെ ഓക്കെയാണ്, പക്ഷെ അത് പടക്കം പൊട്ടിക്കുക തീ കത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ചില സിനിമാ നടന്മാരെ കാണുമ്പോഴല്ലേ എനിക്കൊന്ന് ആണുങ്ങളാണെങ്കിൽ പോയി കെട്ടിപ്പിടിക്കാന്നൊക്കെയാ നോക്കുന്നത്. ഈ പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനങ്ങ് ബാധ കയറുന്ന പോലെ ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോഹൻലാലിനെ അടുത്ത് നിൽക്കുന്ന ഒരു പെങ്കൊച്ച് കിടന്ന് തുള്ളുന്ന കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അത് ഫീൽ ചെയ്തു. അത് നീ കണ്ടോന്ന് അറിയത്തില്ല ആ വീഡിയോ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ എന്റെ സിനിമ നടിയുടെ ഒരു വാർത്തയുണ്ട്, പുള്ളിക്കാരി എന്താ ക്രൗഡായിട്ട് വന്നിട്ട് കേസ് കൊടുത്തു ഒരു വീഡിയോ ഉണ്ട്. പേര് ഉദ്ഘാടനത്തിന് തിരിച്ചു മാറ്റമൊന്നുമില്ല. അതിലൊരു ചിലപ്പോ അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഫോട്ടോ അടുത്ത് ഇട്ടിട്ട് ഫോട്ടോ ചെയ്യുന്ന അങ്ങനെയല്ലായിരിക്കും. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അത് നമ്മുടെ മൊത്തത്തിൽ ഒരു ക്വാളിറ്റി മനുഷ്യന്റെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഈ താരത്തെ എങ്ങനെ ആരാധിച്ചിരിക്കുന്നത്, ഈ താരം എന്ന് പറയുന്ന പക്ഷെ എനിക്ക് തോന്നുന്നു നീ പറയുന്ന പോലത്തെ ഈ തിയേറ്ററിനകത്ത് പടക്കം പൊട്ടിക്കുന്നതും മാപ്പരുടെയൊക്കെ നമ്മളിവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ആരാധന പക്ഷെ ബാക്കി വെളിയിലുള്ള രാജ്യങ്ങളിലും കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഉണ്ട്. അവിടെയാണ് വ്യത്യാസം. അതായത് വെളിയുള്ള രാജ്യങ്ങളിലും കണ്ടു കഴിയുമ്പോഴത്തേക്കും സെലിബ്രിറ്റി എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റി, സെലിബ്രിറ്റി സിനിമ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അതില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ആ താരത്തെ ആരാധിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആരാധിക്കുക എന്നുള്ള വാക്ക് ഞാൻ എടുത്തു. നീ അതിൻ്റെ അകത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അതിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഉള്ളവര് അവർക്ക് തന്നെ കണ്ണ് കാണാൻ വയ്യ ഇവര് വന്നു കഴിയുമ്പോൾ. ഇപ്പൊ ഇവിടെ ഇപ്പം UK അല്ലെങ്കിൽ ഇപ്പം അമേരിക്കയിലോ ഒരു താരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും അല്ലെ പിന്നെ ഈ ജസ്റ്റിൻ ബീബറിനും മൈക്കിൾ ജാക്സണിനും ഫാൻസ് ഉണ്ടാകുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ റേറ്റ് നല്ല വ്യത്യാസമുണ്ട് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. കുറച്ചും കൂടെ മൈക്കിൾ ജാക്സന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റിൻ ബീബറിന്റെ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു എന്താ പറയണ്ട നമ്മൾ ഇവിടെ പോലീസിന്റെ ഒരു ബാരിക്കേഡിന്റെ അവിടെ തന്നെ അവരെ നടത്തുന്നത്, അല്ലെങ്കിൽ അവരെല്ലാവരും ഇടിച്ചു കുത്തിയെന്ന് വരും. കുത്തി വരും, അത് ശരിയാണ്. പക്ഷെങ്കിൽ ആ മൈക്കിൾ ജാക്സനും നമ്മുടെ നാട്ടിലെ വിജയമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ച ആരാധകരുടെ കാര്യമാണ്, അതായത് വിജയും മൈക്കിൾ ജാക്സനും കമ്പയർ ചെയ്തല്ലേ. അല്ല, അത് എങ്ങനെയായാലും എന്താ ഇത്രയുള്ള വ്യത്യാസം. നമ്മുടെ നാട്ടിലുള്ള ആരാധനയും വെളിയിലത്തുള്ള രാജ്യത്തിലെ ആരാധനയും തമ്മിൽ അതിന്റെ ആ ഒരു റേറ്റിന് നല്ല വ്യത്യാസമുണ്ട്. അത് കുറച്ചും കൂടെ റെസ്പെക്ട് ചെയ്താണ് ഇപ്പുറത്ത് ആരാധിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ നാട്ടിൽ അങ്ങനല്ല, ഒരു മയവും ഇല്ല, ഒരു മര്യാദയില്ല. അതൊക്കെ മാറും. അപ്പൊ ഇത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാരും ഒരു മയത്തിലൊക്കെ എല്ലാരെയും ആരാധിക്കാൻ നോക്കുക, അല്ലാതെ ഇങ്ങനെ രാജ്യത്തിന്റെ പേര് കളയുന്ന രീതിയിൽ ആരാധിച്ച് മുടിപ്പിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ.